എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമായിട്ടുള്ള ചികിത്സാ സഹായം ലഭിക്കുന്നുണ്ട്. കാരുണ്യയിൽ നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും അല്ലാത്തവർക്കും സഹായം ലഭിക്കുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് പദ്ധതിയിലും ഉൾപ്പെടാത്തവർക്ക് വരെ കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് പല ഹോസ്പിറ്റലുകളും താൽക്കാലികമായിട്ട് കാരുണ്യ പദ്ധതി ചികിത്സ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഓണത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ കുടിശ്ശിക തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചതോടുകൂടി കാരുണ്യ ചികിത്സാ പദ്ധതി വീണ്ടും ആക്റ്റീവ് ആവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ഇത് കൂടാതെ തന്നെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷ ചികിത്സ ഉറപ്പുവരുത്തുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 2027 ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കും എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ ഇല്ലാതെയാകുന്നത് അപ്രതീക്ഷിതമായി വരുന്ന ചികിത്സാ ചെലവുകളാണ്. സർക്കാർ സഹായത്തിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഇതിൽ വലിയ ആശ്വാസമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുഖാന്തരം സംസ്ഥാനത്ത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ചികിത്സ ഉറപ്പുവരുത്തുന്നു. ഇതിൽ ഇല്ലാത്ത ആളുകൾക്ക് പ്രതിവർഷം ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ചികിത്സ ഉറപ്പുവരുത്തുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയും തുടരുകയാണ്. ഇതിനും പുറമെയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയ സർക്കാർ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി അടുത്ത വർഷം മുതൽ ആരംഭിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ നടപടികൾക്കായി 10 കോടി രൂപ അനുവദിച്ചിരുന്നു. DPR തയ്യാറാക്കുന്നതിനും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ മുഖാന്തരം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട നടപടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിച്ചത്. പുതിയ ബജറ്റിൽ ഈ പദ്ധതി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് വിവരം. 2027 ഏപ്രിൽ മാസം മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങും എന്നുള്ളതാണ് വിവരം. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. 2027 മുതൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. നിലവിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ചേരാൻ കഴിയുന്ന രൂപത്തിൽ, അതായത് ചെറിയൊരു പ്രീമിയം തുക അടച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതിയിലേക്ക് ചേരാൻ കഴിയുക. അതേസമയം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് താഴേക്കുള്ള ആളുകൾക്ക് ആ ഒരു പ്രീമിയം തുക ഓരോ വർഷവും ഇതിനൊരു പ്രീമിയം തുക അടയ്ക്കേണ്ടി വരും. ആ ഒരു പ്രീമിയം തുക സർക്കാർ അടയ്ക്കും. മറ്റുള്ള ആളുകളുടേതെല്ലാം അവനവൻ തന്നെ അടയ്ക്കേണ്ടി വരും. ആ ഒരു രീതിയിലാണ്, ചെറിയൊരു തുകയായിരിക്കും അടയ്ക്കേണ്ടി വരിക. എന്നാലും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷയാണ് ഓരോ വർഷവും ഇതിലൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ലഭിക്കുന്ന, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കാരുണ്യ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്കും അതുപോലെ തന്നെ കാസ്പ് കാർഡുള്ളവർക്കൊക്കെയാണ് അത് ലഭിക്കുന്നത്. 5 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നത്. എന്നാൽ അതില്ലാത്ത ആളുകൾക്ക് ലോട്ടറി വകുപ്പിന്റെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേനയും സഹായം ലഭിക്കും. കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ സഹായമാണ് ചികിത്സയ്ക്കായി ഇതിലൂടെ ലഭ്യമാകുന്നത്. വൃക്കരോഗികൾക്കാണെങ്കിൽ 3 ലക്ഷം രൂപയുടെ സഹായവും ഇതിലൂടെ ലഭിക്കും. എപ്പോഴാണോ ചികിത്സയ്ക്ക് ആവശ്യം വരുന്നത് അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മുഖാന്തരം സംസ്ഥാന ലോട്ടറി വകുപ്പിലേക്കാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ടിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നതാണ്. ഈ ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ രാജ്യത്തെ എല്ലാവരെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞ് അതിൽ കാർഡ് ഉണ്ടാക്കിയ നിരവധി പേരുണ്ടാകും. പക്ഷെ ഇതുവരെ ചികിത്സ ലഭിച്ചിട്ടുണ്ടാവില്ല. പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഇപ്പോഴും ചികിത്സ ലഭിക്കുന്നത്. അതിനുള്ള പ്രത്യേക കാരണം, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചികിത്സാ പദ്ധതിയിൽ കേന്ദ്രം നൽകേണ്ട 1600 കോടി രൂപയോളം കുടിശ്ശികയാണ്. അതായത് പഴയ പദ്ധതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ 1600-ലധികം കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട്. അത് നൽകാതെ തന്നെ ഈ പുതിയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ, അതായത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മുകളിലുള്ളവരും എത്ര വരുമാനമുള്ളവരും പെടും. അപ്പം അങ്ങനെയുള്ളവരെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ, കേന്ദ്രം കൃത്യമായിട്ടുള്ള അതിന് ഫണ്ട് വെക്കുകയാണ് എങ്കിൽ സംസ്ഥാനം ഉൾപ്പെടുത്തുമെന്നായിരുന്നു കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നത്. പുതിയ സർക്കാർ വന്നിട്ടും ആ ഒരു നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഉൾപ്പെടാൻ കഴിയുന്ന, ചെറിയൊരു പ്രീമിയം അടച്ച് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്കും താഴെയുള്ള BPL വിഭാഗക്കാർക്ക്
സർക്കാർ തന്നെ സൗജന്യമായിട്ട്, അതായത് ഫണ്ട് സർക്കാർ അടച്ചുകൊണ്ടും ഈ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ തുടങ്ങും. ഏപ്രിൽ മാസം മുതൽ തുടങ്ങും. പുതുതായിട്ട് നമുക്ക് ചേരാൻ കഴിയും. അത് എന്ന് ചേരാൻ കഴിയും, എങ്ങനെ ചേരണം എന്നുള്ളതൊക്കെ അതിന്റെ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും.